Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 9 Chapter 5 Circles. We are continuing the chapter Length of Chords. ഒരു സർക്കിളിൽ എ ബി എന്ന് പറഞ്ഞൊരു കോഡ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. And this is the center of the circle. Let the center of the circle, let it be O, and the name of the chord AB. So, നമ്മൾ പഠിച്ച തിയറം വെച്ചിട്ട് if I am drawing a perpendicular from the center to the chord, it bisects the chord. So, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ സെൻറ്ററിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. So, it bisects the chord. So, if this is M, AM is equal to half of AB. ABയുടെ പകുതിയാണ് AM. And ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ഒ എ ഉണ്ടല്ലോ, ഒ എ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഒ ടു എം ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ അവിടെ കിട്ടുന്നതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ എ എം ഒ ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് എ എം ഒ. അവിടെ റേഡിയസ് ഒ എ ഇസ് ഈക്വൽ ടു ആർ, ഒ എം ഇസ് ഈക്വൽ ടു ഡി, ദറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ കോഡ്. അത് കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. ഇഫ് എ ബി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കോഡിനെ നമ്മൾ എൽ ആക്കി എടുക്കുകയാണെങ്കിൽ ഹൗ മച്ച് വിൽ ബി എ എം ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദാറ്റ് ഇസ് എൽ ബൈ ടു. സോ ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ട്ന്യൂസ് ആറും ബേസ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് is D and AM is L by 2. അപ്പോൾ അവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് പൈത്തഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ. അതാണ് പൈത്തഗോറസ് തിയറം. അക്കോർഡിംഗ് ടു ദിസ് ട്രയാങ്കിൾ എ എം ഒ വെച്ചിട്ട് ബേസ് സ്ക്വയർ എൽ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈറ്റ്, that is d square, is equal to hypotenuse square is r square. So ഏതെങ്കിലും രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വാല്യൂ ഈ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. സോ യു ക്യാൻ റൈറ്റ് എൽ ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഈ ഡി സ്ക്വയറിനെ ഈ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ വേറൊരു റിലേഷൻ ആയില്ലേ. എൽ ബൈ 2 കാണണമെങ്കിൽ എൽ ബൈ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി എഴുതാം. അല്ലെങ്കിൽ ഡി സ്ക്വയർ കാണണമെങ്കിലോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എൽ ബൈ 2 സ്ക്വയർ. സോ അങ്ങനെ ഏത് രണ്ടെണ്ണമാണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് തേർഡ് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ റിലേഷൻസ് ഇങ്ങനെ എഴുതുന്നത്. ഇത് ആക്ച്വലി അത് പൈത്തഗോറസ് തിയറം തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ വിൽ ഡു ദ പ്രോബ്ലം. First question, in a circle, a chord 1 centimeter away from the center is 6 centimeters long. What is the length? What is the length of a chord? Length of a chord 2 centimeters away from the center. Questionil എന്താ പറയുന്നത്? In a circle, a chord 1 centimeter away from the center is 6 centimeter long. അപ്പോൾ ഒരു സർക്കിളിൽ a chord 1 centimeter away from the center. സെൻറ്ററിൽ നിന്ന് 1 centimeter away. ആ chord length ആണ് 6 centimeters. Total length of the chord is 6 centimeter. What is the length of a chord 2 centimeters away from the center? സെൻറ്ററിൽ നിന്ന് 2 centimeter ദൂരെയായിട്ടുള്ള കോഡിൻ്റെ ലെങ്ത് ആണ് ചോദിക്കുന്നത്. So from here to the chord, the length is given as 2 centimeter. So what is the length of the chord? That length of the chord, അതിന് നെയിം ചെയ്യാം AB, and the other one is CD.
സോ ഇത് ഒറ്റ സർക്കിളിലായതുകൊണ്ട് ഇതിൻ്റെ റേഡിയസ് ഒക്കെ സെയിം ആണ്. സോ ദ റേഡിയസ് ലെറ്റ് ഇറ്റ് ബി ആർ. അതേ റേഡിയസ് തന്നെയാണ് ഇവിടെ എടുക്കുമ്പോഴും റേഡിയസ് സെയിം ആയിട്ടാണ് വരിക. രണ്ടിൻ്റെ റേഡിയസും ആറാണ്. ഈ സെൻറ്റർ ഒ. ആൻഡ് ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബിക്കോസ് ആ ഒ എന്ന് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു ദ കോർഡ് ബൈസെക്സ് ദ കോർഡ്. സോ ഇഫ് ദിസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ കോർഡ് 6 ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് ഇവിടെ വരിക. സോ ഈ സൈഡ് ഇത് എം. സോ സി എം ഇസ് ഗിവൺ ആസ് 3 സെൻറ്റിമീറ്റർ. ഒ എം ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഒ സി എങ്ങനെയാണ് കാണുക? ഒ സി ഇസ് ഈക്വൽ ടു, ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ റിലേഷൻസ് യൂസ് ചെയ്താലും മതി. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി എന്ന് പറയുന്നത് ആറാണ്. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ആർ സ്ക്വയർ? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. സോ ദ റിലേഷൻ വിച്ച് വി ആർ യൂസിങ് ഇറ്റ് ഇസ് r square is equal to d square plus l by 2 square. So that is d എന്ന് പറയുന്ന ലെങ്ത് 1 ആണ്. So 1 square plus l by 2 means half of the length of the chord, that is 3. So 3 square. So 9 plus 1 10 ആണ് r square. So this is from triangle CMO. CMO എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ നിന്നാണ് ആർ സ്ക്വയറിൻ്റെ ലെങ്ത് കിട്ടിയത്. അതേപോലെ നമ്മൾ ട്രയാങ്കിൾ ANO എടുക്കുകയാണെങ്കിലോ, ANO ട്രയാങ്കിൾ ഫ്രം ട്രയാങ്കിൾ ANO, അവിടെ എന്ത് കിട്ടും? ANO എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എന്താ കിട്ടുക? ഈ AN ആണ് അവിടെ കാണേണ്ടത്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ കോർഡ്? റേഡിയസ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് എൽ ബൈ 2 സ്ക്വയർ. അവിടെ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് 2 ആണ്. സോ 2 സ്ക്വയർ പ്ലസ് എൽ ബൈ 2 സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ ഓൾറെഡി വി നോ ദാറ്റ് ഇറ്റ് ഇസ് 10. സോ വാട്ട് വിൽ ബി എൽ ബൈ 2 സ്ക്വയർ? ലെങ്ത് ഓഫ് ദ കോർഡ് കാണണം. അതിന് ആദ്യം എൽ ബൈ 2 സ്ക്വയർ കാണാം. എൽ ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഇസ് 4, വിച്ച് ഇസ് ഈക്വൽ ടു 6. സോ വാട്ട് വിൽ ബി എൽ ബൈ 2? So L by 2 square ആണ് 6. So L by 2 will be root of 6 or L is equal to 2 root of 6. L എന്ന് പറയുന്നതാണ് full length of chord. So length of the chord which is at 2 centimeter away from the center will be 2 root 6 centimeter. Now next one, question number 2. In a circle of radius 5 centimeters, 2 parallel chords of length 6 and 8 centimeters are drawn on either side of a diameter. What is the distance between them? What is the distance between them? If parallel chords of these length are drawn, if parallel chords of these lengths are drawn on the same side, of a diameter, what would be the distance between them? What would be the distance between them?
So given here in a circle of radius 5 centimeter, ഒരു സർക്കിൾ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ആൻഡ് അതിനകത്ത് രണ്ട് കോർഡ്സ് ഉണ്ട്. 2 പാരലൽ കോർഡ്സ് ഓഫ് ലെങ്ത് 6 and 8 are drawn on either side of the diameter. ഇപ്പൊ രണ്ട് സൈഡിൽ ഡയമീറ്ററിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് രണ്ട് കോർഡ്സ് വരയ്ക്കുന്നത്. These are the two chords. One let it be AB and the other let it be CD. ഒരെണ്ണത്തിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ, നെക്സ്റ്റ് കോർഡിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ, ആൻഡ് ദ റേഡിയസ് ഇസ് ഗിവൺ ആസ് 5 സെന്റിമീറ്റർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 5 സെന്റിമീറ്റർ. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോർഡ്സ്. ഈ രണ്ട് കോർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. സോ ഫ്രം ദ സെന്റർ ടു ദ കോർഡ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്, അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ ഇതാണ് ഈ ലെങ്ത്, അതായത് OM ആണ് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ഒരു കോർഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണത്. അതേപോലെ സെന്റർ ടു അതർ കോർഡ്, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെന്റർ ടു അതർ കോർഡ് ഓൾസോ ബൈസെക്ട്സ് ദ കോർഡ്. അപ്പോൾ ഇതും ബൈസെക്ട് ചെയ്യും. അപ്പോൾ 6 സെന്റിമീറ്ററിന്റെ പകുതിയാണ് 3 സെന്റിമീറ്റർ. ഇവിടെയാണെങ്കിലോ this let it be n, ഇതിന്റെ പകുതിയാണ് 8ന്റെ പകുതിയാണ് 4 സെന്റിമീറ്റർ. This is the radius 5 centimeter. Now we need to find out how much is OM and how much is ON. So ഇതിന് D1 എന്നും ഇതിന് D2 എന്നും കൊടുക്കുക. So from triangle, ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. From triangle OMA അല്ലെങ്കിൽ AMO, it is a right triangle ആണ്. ഒരു സൈഡ് 3 സെന്റിമീറ്റർ, that is AM is equal to 3 centimeter. വേറൊരു സൈഡ് ഹൈപ്പോട്ട്ന്യൂസ് AO is equal to 5 centimeter, and we have to find out how much is OM. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു സൈഡ് 3ഉം ഹൈപ്പോട്ട്ന്യൂസ് 5ഉം ആണെങ്കിൽ always the third side will be 4 centimeter because 3, 4, 5 are Pythagorean triplets. അപ്പോൾ അത് നമുക്ക് എവിടെയും നമുക്ക് ചെയ്യാം. പൈത്തഗോറിയൻ അത് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ആർ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ്. പൈത്തഗോറസ് തിയറം ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. സോ ദാറ്റ് ഇസ് 3 square plus 4 square is equal to 5 square. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 5ഉം ആണെങ്കിൽ ഡെഫിനറ്റ്ലി D1 എന്ന് പറയുന്നത് എന്താണ്, OM എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 4 centimeter. സോ OM is equal to 4 centimeter which is D1. അതേപോലെ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. ഫ്രം ട്രയാങ്കിൾ ONC അല്ലെങ്കിൽ CNO, അവിടെയാണെങ്കിലും ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്, ഹൈപ്പോട്ട്ന്യൂസ് 5 സെന്റിമീറ്റർ ആണ്. അഗെയിൻ വി ക്യാൻ അപ്ലൈ ദ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്. കാരണം ബേസ് 4ഉം ഹൈപ്പോട്ട്ന്യൂസ് 5ഉം ആണെങ്കിൽ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, D2 will be 3 centimeter. കാരണം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ട്ന്യൂസ് 5ഉം വേറെ ഏതെങ്കിലും ഒരു സൈഡ് 4ഉം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ അതർ സൈഡ് വിൽ ബി 3 centimeter because they are Pythagorean triplet. So D2 also we got it. So അത് രണ്ടും ഡിഫറെൻറ്റ് സൈഡ്സിലാണ്. ആ പാരലൽ ലൈൻസ് they are on the different sides of the diameter. So what will be the distance between them? Distance between the parallel chords. Parallel chords is equal to D1 എന്ന് പറയുന്നത് 4, that is D1 plus D2 which is equal to D1 is 4 centimeter, D2 is 3 centimeter. Total distance between them is 7 centimeter. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇഫ് ദേ ആർ കമ്മിങ് ഓൺ ദ സെയിം സൈഡ്, ഇപ്പം ഇതേ കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ ദേ ആർ കമ്മിങ് ഓൺ ദ സെയിം സൈഡ്. അപ്പോൾ ഇവിടെ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ അത് തന്നെ, ആൻഡ് അതർ വൺ ദാറ്റ് 6 സെന്റിമീറ്ററും കൂടെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇറ്റ്സ് 6 സെന്റിമീറ്റർ. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു ദ കോർഡ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് 4i, ആൻഡ് ഈ ലെങ്ത് ഇതിനെ നമ്മൾ D2 എന്നായിരുന്നു എടുത്തത്. 8 സെന്റിമീറ്റർ കോർഡ് വരെയുള്ള ഡിസ്റ്റൻസിന് D2ഉം, പിന്നെ സെന്റർ തൊട്ട് ഈ കോർഡ്, അതായത് AB എന്ന് പറഞ്ഞ കോർഡാണിത്. ദിസ് ഇസ് CD.
സെൻറ്ററിൽ നിന്ന് എ ബി വരെയുള്ള കോഡിൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ D1 എന്നാണ് എടുത്തത്. സോ സെയിം വേ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പം ഈ രണ്ട് കോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാണ് കാണേണ്ടത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോഡ്സ്? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് D1 ഉം ഈ ചെറിയ ഡിസ്റ്റൻസ് D2 ആണെങ്കിൽ, ഇഫ് ദേ ആർ കമ്മിങ് ഓൺ ദ സെയിം സൈഡ്, ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ്സ് ഇസ് D1 മൈനസ് D2. അപ്പോൾ അത് ഒരേ സൈഡിൽ വരികയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ കോഡ്സ് if they are coming on the same side is equal to D1 minus D2, that is equal to 4 minus 3, that is 1 centimeter. അപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ കോഡ്സ്, രണ്ട് പാരലൽ കോഡ്സ് ഒരേ സൈഡിൽ വരികയാണെങ്കിൽ distance between them will be D1 minus D2, and if they are coming on two different sides, either side of the diameter, then the distance between the chords will be D1 plus D2. So അത് ഓർത്ത് വയ്ക്കുക, രണ്ട് സൈഡിലാണെങ്കിലും ഒരേ സൈഡിലാണെങ്കിലും ഉള്ള ഡിഫറൻസ്. Now question number 3. The bottom side of the quadrilateral in the picture is a diameter of the circle, and the top side is a chord parallel to it. Calculate the area of the quadrilateral. So figure ഞാൻ ഇവിടെ വരച്ചു തരാം. ഇതാണ് diameter. The bottom side of the quadrilateral is a diameter of the circle, and our diameter of the circle and the top side of the chord is parallel to it. അപ്പോൾ അതിന് പാരലൽ ആയിട്ടാണ് ഈ സൈഡിലുള്ള കോഡ്. ദെൻ അവിടെ തന്നിരിക്കുന്നത് ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത് 5ഉം ഇവിടെ 3ഉം ആണ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. സോ വി ഹാവ് ടു ജോയിൻ ദിസ്, ഇതും ജോയിൻ ചെയ്യണം. സോ ഇറ്റ് ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ബിക്കോസ് ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഫിഗർ ഐസോസ്ലെസ് ട്രപ്പീസിയാണ്. സോ ദിസ് ഇസ് 5 സെൻറ്റിമീറ്റർ, ദിസ് ഇസ് 3 സെൻറ്റിമീറ്റർ. ഇത് ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആണ്. ഹാഫ് ഓഫ് 5 ആൻഡ് ദാറ്റ് ഇസ് 5/2. സോ റേഡിയസ് ഇസ് 5/2. അപ്പോൾ ഇങ്ങനെയും എടുക്കാം റേഡിയസിനെ. സോ ദിസ് ഇസ് ഓൾസോ 5/2. ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ കോഡ്, ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ. ഇതാണ് ഹൈറ്റ് h. ആ ഹൈറ്റ് കിട്ടിയാൽ മാത്രമേ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. ഹാഫ് h ഇൻറ്റു a പ്ലസ് b ആണ് area of the isosceles trapezium, and this is 5/2, and the total length of the chord is 3/2. So this length will be 3 and this length will be 3/2, half of the length of the chord. ഇനി എങ്ങനെ h കാണാം? h is equal to root of Pythagoras theorem, that is base square plus altitude square equal to hypotenuse square, or height is equal to altitude is equal to, ഇവിടെ altitude എന്ന് പറയുന്നത് h ആണ്. So h is equal to root of 5/2 square minus 3/2 square. That is equal to root of 25/4 minus 9/4. That is root of 16/4, and that is equal to root 4. Root 4 is equal to 2. So height 2 കിട്ടി. Height 2 കിട്ടി കഴിഞ്ഞാൽ how to find out the area? Area of the quadrilateral. Area of the quadrilateral is equal to half h into a plus b, and that is equal to half into
h നമുക്ക് 2 കിട്ടിയിട്ടുണ്ട് അവിടെ. So substitute the value there. Height is 2 and a plus b means 5 plus 3. That is equal to 2 രണ്ടും cancel ആയി കഴിയുമ്പോൾ ബാക്കി 8. 8 centimeter square is the area of the quadrilateral. Then the last question of that exercise. In a circle, two parallel chords of length 4 and 6 centimeters are 5 centimeters apart. What is the radius of the circle? What is the radius of the circle? രണ്ട് parallel chords ഉണ്ട് of length 6 cm and of length 4 cm and 6 cm are 5 cm apart. ഈ രണ്ട് parallel chords 5 cm ഡിഫറൻസിലാണ് രണ്ടും. So ഒരു chord ഇവിടെയും ഒരു chord ഇവിടെയും. The distance between the chords it is given as 5 cm. So ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നൊന്നും അറിയില്ല. So if the distance from this chord to the center it is x, the other one it will be 5 minus x. Total distance between the chords ആണ് 5. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയും ഇവിടം തൊട്ട് ഇവിടം വരെയും. And also the length of the chord is 4 and first one is 4, second one is 6. What is the radius? അപ്പോൾ radius of the circle ആണ് കാണേണ്ടത്. ഇതാണ് radius. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ this is the radius. And total length of the chord is 4. So ഈ ചെറിയ half of the chord പകുതി 2 ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ total length 6 ആണെങ്കിൽ ഈ ചെറിയ length 3 ആണ്. So this is a right angle triangle. Here also it is a right angle triangle. അപ്പോൾ അതിന് നെയിം ചെയ്യാം OAB and this is CD. ഇവിടെ M ഉം ഇവിടെ N ഉം. So from triangle AMO ഈ ട്രയാങ്കിളിൽ നിന്ന് 2 square plus x square is equal to r square. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നതാണ്. Then from triangle CNO 3 square plus 5 minus x whole square is equal to r square. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. രണ്ട് ഇക്വേഷൻസിലും ഒരു സൈഡ് സെയിം ആണ്. r square it is same on both for both the equations. r square സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 square plus x square is equal to 3 square plus 5 minus x whole square. ഇവിടെ രണ്ടിലും r square റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. സോ 4 plus x square is equal to 9 plus ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്ക്വയർ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 25 മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർ. രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ കോമൺ ഉള്ളത് ക്യാൻസൽ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10x ഈക്വൽ ടു 30 ഓർ എക്സ് ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 3 കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ടു ഗെറ്റ് ദ റേഡിയസ്? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 square plus x square is equal to r square. That is 2 square plus 3 square is equal to r square, or r square is equal to 4 plus 9, that is equal to 13, or r is equal to root 13 centimeter. So root 13 centimeter ആണ് radius of the circle. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ആക്ടിവിറ്റിയിൽ. നെക്സ്റ്റ് സെക്ഷൻ we'll discuss in the next video. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.